ടെസക്കുട്ടി ഇന്ന് ട്രഡീഷണൽ ആണോ? ആ തിരിഞ്ഞു കാണിച്ചു കൊടുക്ക മുടി. നല്ല ഭംഗിയുണ്ടല്ലോ, നല്ല ഭംഗിയുണ്ട്. ആ ഈ ഉടുപ്പ് നല്ല ഭംഗിയില്ലേ? നല്ല രസമുണ്ട്, വെറൈറ്റി. ഇത്രം വരെ എനിക്ക് 4 വയസ്സുള്ളപ്പോ ഉള്ള ഉടുപ്പ്. ഇത്രം വരെ എന്നിട്ട് ഓരോ വയസ്സും കൂടുമ്പോ ഓരോ ലെയറും കൂടിക്കൊണ്ടിരിക്കുക. ഓ അങ്ങനെ. അമ്മയുടെ ക്രിയേറ്റിവിറ്റി ആണോ ഇത്? അമ്മേനെ ഒരു ഫാഷൻ ഡിസൈനർ ആക്കണമെന്ന് തോന്നുന്നു. അതെ, ആക്കേണ്ടതായിരുന്നു നമ്മള്. ഹലോ ഉണ്ടെങ്കിലേ ഞാൻ MJ അങ്കിളിനോടാ പിണങ്ങട്ടെ. കാരണം എന്താണെന്നറിയോ? MJ അങ്കിള് വിയറ്റ്നാമിലൊക്കെ പോയിട്ട് എനിക്ക് എന്തെങ്കിലും ചേച്ചിക്കും മീനാക്ഷി ചേച്ചിക്കും ഒരു തൊപ്പി കൊടുത്തില്ലേ? അത് ഇവിടുത്തെ ആട്ടോ, അത് ഇവിടുത്തെ പേരാട്ടോ ബേബി. നോണ പറയാ. പപ്പയും മമ്മയും വിയറ്റ്നാമിൽ പോയില്ലേ? അപ്പം അതേ തൊപ്പി തന്നെ ഇച്ചിരൂടെയും വലുതേ ഈ വിയറ്റ്നാം മൊത്തം കാണിക്കുന്ന പോലെ ഒരു പിക്ചറെ. എന്നിട്ട് അങ്ങനത്തെ ഒരു തൊപ്പി മേടിച്ചായിരുന്നു. ഫ്ലൈറ്റ് കയറിയപ്പം ഒരിടത്തും വെക്കാൻ പറ്റത്തില്ല. അമ്മ ഫ്രണ്ട് വെച്ച് നോക്കി. അപ്പം മുമ്പിലുള്ള ആൾക്കാരുടെ ഇവിടെ കുത്തുവാ, ക്യൂ നിക്കുവല്ലേ. ബാക്കിൽ വെച്ച് നോക്കിയപ്പോഴോ ബാക്കിലുള്ള ആൾക്കാരെ കുത്തുവാ. തലയെ വെച്ച് നോക്കിയപ്പോഴോ ഒന്നും കാണത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തേരെ ആൾക്കാരുടെ മേത്തോട്ട് ഇങ്ങനെ കുത്തുക. എന്നിട്ട് അവസാനം അമ്മ ഒരു കവറിന്റെ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് ഇങ്ങനെ പിടിച്ചോണ്ട ഇങ്ങനെ ഫ്ലൈറ്റ് കയറി. ചേച്ചി ഇവിടെ വരെ പിടിച്ചോണ്ടിരുന്നോ കയ്യില്? ഓ തൊപ്പിക്കഥ. പോയിരുന്നോ വിയറ്റ്നാമിൽ? കൊണ്ടുപോയില്ല കൊണ്ടുപോവാന്ന് പറഞ്ഞാണ്, കൊണ്ടുപോയില്ല. അയ്യോ പറ്റിച്ചു. പറഞ്ഞില്ലേ? ഞാൻ കൊറേ കാല് പിടിച്ച് മമ്മ വലിച്ചോണ്ട് ഇങ്ങനെ പോവായിരുന്നു. ഞാനിങ്ങനെ കാലിൽ ഇങ്ങനെ പിടിക്കുവാണേ നിലത്ത് കിടന്നിട്ട്. അപ്പോ ഇന്ന് ജിമിക്ക് കമ്മലാണോ? ഞാൻ ജിമിക്ക് കമ്മലൊക്കെ ഒരുങ്ങിയിട്ടോണ്ട് വന്നിട്ടുണ്ട്. ടെസക്കുട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മേക്കപ്പ് ചെയ്യുമ്പോൾ സുന്ദരിയാവും കേട്ടാ. ഞാൻ മേക്കപ്പ് സുന്ദരിയല്ലേ? അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ, മേക്കപ്പ് ചെയ്യുന്ന കാര്യമല്ലേ പറഞ്ഞുള്ളൂ. അപ്പൊ ഞാൻ മേക്കപ്പ് ചെയ്തില്ലെങ്കിലോ ഞാൻ സുന്ദരിയാണോ ഇല്ലയോ എന്ന് പറയാം. അത് മാത്രം കേട്ടാ മീനുട്ടാ സുന്ദരിയാണ്. ആര്യക്കുട്ടി ഉണ്ണിച്ചേട്ടാ പിന്നെ സംശയം ഉണ്ടോ? പിന്നെ അപ്പൊ എനിക്ക് സംശയമില്ല, സുന്ദരി മണിയല്ലേ? ഇവിടെ ബിരിയാണി ഒന്നും കിട്ടിയില്ല. ബിരിയാണി തരാന്ന് പറഞ്ഞായിരുന്നല്ലേ? പിന്നെ മധുവിന് മാത്രം വീട്ടിൽ വിളിച്ചൊരു വലിയ ഭയങ്കര ഫീസ്റ്റ് ഒക്കെ കൊടുത്തില്ലേ? വീട്ടിൽ വന്നില്ലല്ലോ. എനിക്ക് ടെസക്കുട്ടിയുടെ പിണങ്ങാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാൻ പോവാട്ടോ. ബിരിയാണി ഒന്നാമത്തത്, ഹായ് പറയാത്തത് രണ്ടാമത്തത്. ഒന്ന് ഈ ഇറങ്ങി പോകുന്ന എനിക്കൊന്ന് കാണണമല്ലോ. കാണണമല്ലോ. ഞാൻ ഇപ്പൊ പോവും. എന്നാ ഒന്ന് കാണട്ടെ ഇറങ്ങി പോന്ന ഞങ്ങള് വേണ്ട, നമ്മുടെ ഹെൽത്തിന് താപത്താണ്. അതെ, നോ ഞാനിപ്പോ പോവും. ഒന്ന് കാണട്ടെ. അല്ലെങ്കിൽ ഒരു കാര്യം പാട്ട് കേട്ടിട്ട് പോവാം. അത് മതി, പാട്ട് കേട്ടിട്ട് പോവാം. എനിക്കറിയായിരുന്നു പാട്ടാണ് ഇമ്പോർട്ടന്റ്. ഞാൻ പോവും. എവിടെങ്കിലും പൊക്കോ, പാട്ട് കേൾക്കാനിരുന്നാ മതി. അത് കഴിഞ്ഞ എവിടെ വേണമെങ്കിലും മതി, വേറെ എവിടെങ്കിലും. പക്ഷെ അപ്പം മിഠായി മഴ കിട്ടില്ല. ശരിയാ. ഒരു ഇവിടെ തന്നെ അല്ല, ആ പരിപാടിയില്ല. എന്നടുത്ത് പറഞ്ഞില്ലേ പൊക്കോ, എവിടെ വേണമെങ്കിൽ പൊക്കോ. ഞാൻ പാട്ട് കഴിയുമ്പോൾ ഞാൻ അണിച്ചു പോകും. ഓക്കെ, അപ്പൊ പാടിക്കോ. ജിമിക്ക് കമ്മലല്ലേ? ഡീറ്റെയിൽസ്. മ്യൂസിക് ഷാൻ റഹ്മാൻ സാറ്, ലിറിക്കിസ്റ്റ് അനിൽ പനിച്ചൂരൻ സാറ്, സിംഗർ വിനീത് ശ്രീനിവാസൻ സാറ്, രഞ്ജിത്ത് ഉണ്ണി സാറ്, പിന്നെ മൂവി സിനിമ വെളിപ്പാടിന്റെ പുസ്തകം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ബേബി. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കമ്മൽ എന്റെ പെൺ കട്ടോണ്ട് പോയേ, എന്റെ പെണ്ണ് ബ്രാൻഡി കുപ്പി എന്റെ മാ കുടിച്ചു തത്തേ. എന്റെ മേട് ജിമ്മിക്ക് കമ്മൽ എന്റെ പെൺ കട്ടോണ്ട് പോയേ, എന്റെ പെണ്ണ് ബ്രാൻഡി കുപ്പി എന്റെ മാ കുടിച്ചു തത്തേ.
ഞാൻ പോണേണ്. അയ്യോ 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 പോലെ. ഞാൻ പോണേണ്. ആര് ചേച്ചി ടെസ നിൽക്കാൻ ബേബി? ഞങ്ങളോട് തടയണ്ടാന്ന് പറഞ്ഞു. ടെസ് ബേബി ദേ പോണു. ഇങ്ങോട്ടായിരിക്കും എന്തായാലും വരുന്നേ. പോയിട്ട് ഇപ്പൊ തിരിച്ചു വരും. നോക്കിക്കോ. അയ്യോ ഇങ്ങോട്ട് പോകുന്നേ. ഞാൻ പറഞ്ഞില്ലേ, ഈ കുടുംബത്തിൽ കുഞ്ഞടാ, യെസ്. ഞാൻ പോകാൻ പോകുകയായിരുന്നു. ഇനി ആരും തടയാത്തോണ്ട് ഞാൻ തിരിച്ചു അല്ല വന്നു. അവൾക്ക് അറിയാം ഏതുവരെ പോകും. അല്ല എന്നിട്ട് പറയാ ആര് ചേച്ചി തടയണ്ടെന്ന്. നമ്മുടെ ടെസ്സക്കുട്ടി ഇത്രയും നന്നായിട്ട് പാടുമ്പോ ഞാൻ എങ്ങനെ പോകുന്നേ? അത് ശരി, അത് ശരിയാ. ഒന്ന് ശരിയാണോ? അല്ല മര്യാദയാണോ? അല്ല മര്യാദയല്ല. എനിക്ക് മര്യാദ ഉണ്ടെന്ന് മനസ്സിലായില്ലേ? പല്ല് പോയാ അതിനിടയില്? എപ്പോ പോയി? അനിയനെ ഇടിച്ചു കളഞ്ഞ. ഇടിച്ചപ്പോ പല്ല് പോയോ? നല്ല ഇടിയാ. വെറൈറ്റി തന്നെ. നീ എപ്പോ വരും പല്ല്? പല്ല് വരുമോ? വരും. ആണോ? ഷുവറാണോ? അതെങ്ങനെ അറിയാം? ടെസ്സക്കുട്ടിക്ക് പല്ല് വരുന്ന എങ്ങനെ അറിയാം? അതറിയാം, അതെല്ലാവർക്കും വരും. എല്ലാവർക്കും എല്ലാവർക്കും വരും. ആർദ്രാസനും ആയ്. ആർദ്ര പിന്നെ വന്നിട്ടില്ലേ ഇവിടെ? ഉണ്ട്. വന്നിട്ടുണ്ട്. യെസ്. ആര്യ ആര്യ ഇരിക്കാണ്. ജുവാനിറ്റ ജുവാനിറ്റ വെരി നൈസ് നെയിം. യെസ്. ജുവാൻറ്റി വന്നിട്ടുണ്ട്. ജോവിറ്റ വന്നിട്ടുണ്ട്. സൂപ്പർ ഡാൻസേഴ്സ് ആണല്ലോ. കിട്ടിലും ഡാൻസേഴ്സാ. ഇങ്ങനെ കൈയെടുത്തുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. അതെ ചെമ്മീൻ അത് ഞാൻ ചെയ്ത ഭയങ്കര നന്നായിരിക്കും, അതുകൊണ്ട് ഞാൻ ചെയ്യണോ? ചെമ്മീൻ ചെയ്യണോ? ചെയ്യുന്നില്ല. ചെയ്യ്. ഒരു കാര്യം മനസ്സിലാക്കണം, എന്താ മനസ്സിലാക്കണ്ടേ? നെത്തോലി ഒരു ചെറിയ മീനല്ല. അല്ല ചെറിയ മീനല്ല. അത് എപ്പോഴും മനസ്സിലാക്കണം. അതുകൊണ്ട് നമുക്ക് ചെമ്മീൻ്റെ ഒരു ഇഷ്ടപ്പെട്ടാലോ? ചെമ്മീൻ സ്റ്റെപ്പാണ് അത്. അതെങ്ങനെയാ? അത് കാണിച്ചു തരും. ഈ ഒന്നുകൂടെ ഇടുവോ? മെനുകൂട്ട് അത് കാണിച്ചു. ഞാൻ പഠിക്കണം മൈക്ക്. ചെമ്മീൻ ചാടിയാൽ മുട്ടോളം, പിന്നെയും ചാടിയാൽ ചട്ടിയോളം, ചുമ്മാ ഊതാൻ നോക്കാതെ, കയം കളിക്കാൻ നിൽക്കാതെ, വട്ടം ചുറ്റിച്ചോരെല്ലാം വട്ടപൂജ്യം പോലായി, വട്ടം കാണാൻ കൊതിയായേ, വട്ടത്തിറങ്ങാൻ മടിയായേ. കളിവേഷം പോയടാ, ഇനി വേഷം മാറടാ, മലയാറ്റു പള്ളിയിലൊരു കുരിശും കൊട നേരം, മല പോലെ വന്നത് എലി പോലെ പാഞ്ഞടാ, ചന്നം പിന്നം ചില മഴ പൊടിക്കണ പൊടിയൂത്തുകളെ, എന്റെ മേട ജിമിക്കി കമ്മൽ, എന്റെ പെൺകട്ടോട് പോയേ, എന്റെ പെണ്ണ് ബ്രാണ്ടിക്കുപ്പി, എന്റെ മാ കുടിച്ചു തിട്ടേ. അതല്ലേ പാട്ട് കഴിഞ്ഞപ്പം ഇവര് പകുതി പേരും പകുതി സ്റ്റെപ്പ് മാറുന്നു. പക്ഷെ MJ നോക്ക് എല്ലാം പഠിച്ചു. ഓർത്തിരിക്കുക. ഇത് മുദ്ര. അതിനുശേഷം ഇത് അല്ല മുദ്ര ശ്രദ്ധിക്കണം. അതെ. ഇതാണ് മുദ്രാങ്കിത നർത്തനം എന്ന് പറയുന്നത്. എനിക്ക് അപ്പോഴേ തോന്നിയത് അതാണെന്ന്. അല്ലെങ്കിൽ MJ സാർ നാട്യശാസ്ത്രത്തിൽ പുലിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ആ രേചകമൊക്കെ പറഞ്ഞോ? ഏത് രേചകം. ഇല്ല ഓർമ്മയുണ്ട്. നീ ഇങ്ങനെ പുരോഗമനം. ഇവിടെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടേ, എന്റെ അമ്മയുടെ ചേച്ചി. ഹായ്. വെൽക്കം ടു ടോപ്പ് സിംഗർ സീസൺ 6. രസകൂടി അസലായിട്ട് പാടിയല്ലേ? വീട്ടുകയായിട്ട് പാടി. താങ്ക് യു. ഭയങ്കര ഋതമായിരുന്നു അതെ. അല്ലേ? റിത്മിക്. പിന്നെ എന്നെ എലിന്ന് വിളിച്ചു. എലിന്ന് മാത്രമല്ല മല പോലെ വന്ന് എലി പോലെ വേറെന്തൊക്കെ പോയത്. ഇങ്ങനെ എലി ഇതൊക്കെ എന്നെ എലി എന്ന് ഞാൻ നോക്കി. അങ്ങനെ നോക്കിയോ? ഞാൻ പോണേണ്. പിന്നെ മറ്റേ ആ ചെമ്മീൻ ചാടിയാൽ എന്ന് പറഞ്ഞ വരിയില്ലേ, ആ വരി ഫുൾ MJ സാറിനെ നോക്കിട്ടാ പാടി. പാടി. ചെമ്മീൻ ചാടിയാൽ മുട്ടോളം, പിന്നെയും ചാടിയാൽ ചട്ടിയോളം, ചുമ്മാ ഊതാൻ നിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. തയം കളിക്കാൻ നിൽക്കാം. കണ്ടോ? അതൊക്കെ കളിക്കുക. അത് എന്നെ മാത്രം നോക്കിയാണ് അതെ എന്നൊക്കെ ഫുൾ MJ സാറിനെ എം ജി പറ്റി. സാർ അവിടുന്ന് പോകുമെന്ന് പറഞ്ഞില്ലേ, ഞാൻ അതുകൊണ്ട് പോണേണ്. ഞാൻ പോണേണ്. ദേ പോയി. ഇത് ശരിക്കും പോകട്ടോ. ഇറങ്ങി പോയിട്ടുണ്ട് അങ്ങനെ. തിരിച്ച് സീറ്റിൽ എന്ന് വിളിച്ചോന്നല്ലേ ശരിക്കും. അതെ 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 അതെ. കറക്റ്റ് പറയണ്ടേ, തിരിച്ച് സീറ്റിലോട്ടാണ്. എല്ലാവരുടെയും സ്വഭാവം എനിക്കറിയാം. അതാ നമ്മുടെ എല്ലാവരും കണ്ടോ? സ്വഭാവം അറിയാം ടെസ്സക്കുട്ടി. കറക്റ്റാ ടെസ് ബേബി പറഞ്ഞത്. മുഖം നോക്ക്. ചോന്നു തിരിച്ച് വിളിക്കും. വിളിച്ചോ?
അവസാനം മൊത്തം ഈ എപ്പിസോഡ് മൊത്തം തീരേണ്ട വരും. തീരേണ്ടി വരും. അവളുടെ ഇവിടെ വന്ന് ഇവിടം വരെ ഉണ്ട് എം.ജെ. സർ. അത് വേണ്ടെന്ന് വെച്ചിട്ട് ഒരു കുടുംബം മൊത്തം അവിടെ നിന്ന് വിളിക്കില്ലേ. നമ്മുടെ ഓഡിയൻസ് മൊത്തം എന്നെ ട്രോൾ ചെയ്യട്ടാ. പറയും നമ്മുടെ കുഞ്ഞിനെ പൊടി എന്നൊക്കെ വിളിച്ചത്. നമ്മൾ കുഞ്ഞല്ലേ. യെസ്, മിടുക്കി മിടുക്കി മിടുക്കി. താങ്ക് യു ചേച്ചി. എനിക്ക് ടെസ ബേബിയുടെ പാട്ടും ആ ആക്ഷൻസും ഒക്കെ ഇഷ്ടപ്പെട്ടു. കൂടെ വന്ന ഡാൻസേഴ്സും സൂപ്പറോ സൂപ്പർ. പിന്നെ ഇപ്രാവശ്യം സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ കോറസും ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ശ്രദ്ധിച്ചോ? ഗംഭീര ഡാൻസ്. വൺ ഡാൻസ് ആയിരുന്നു അവര്. പ്രാക്ടീസിന് അവര് നല്ലപോലെ ഡാൻസ് കളിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ആണോ? ശരിയല്ലെന്ന്. ആ അവര് അടിപൊളിയായി ഡാൻസ് കളിച്ചു. അവര് പ്രൊഫഷണൽ ഡാൻസേഴ്സ് അല്ലേ? എന്താ പറഞ്ഞേ? ഇപ്പൊ ശരിയായില്ലാന്ന്. ഇപ്പൊ ശരിയായില്ല. ഇപ്പൊ ശരിയായില്ലേ? ഫുള്ള് ഉടക്കാം. നേരത്തെ റിഹേഴ്സൽ നന്നായിരുന്നു. ഇപ്പൊ ശരിയായിരുന്നു. എംജെങ്ങളെ കൊണ്ട് തോറ്റല്ലോ. അയ്യോ ഞാൻ തോറ്റു. എന്ത് ചെയ്യാനാ? എന്റെ അടുത്തിരുന്ന് ഇങ്ങനെ സഹിക്കണ്ടേ? സോറി. എന്തായാലും ടെസ് ബേബി മിടുക്കിയായിട്ട് പാടിട്ടോ. താങ്ക് യു. എല്ലാ ഭാഗങ്ങളും ഇഷ്ടപ്പെട്ടു. അത് ഹൈ പാടിയതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. താങ്ക് യു. വെരി ഗുഡ്, അമേസിംഗ് പെർഫോമൻസ്. അതെ. ആരെക്കുട്ടി ടെസ ബേബി ആരാന്ന് വിചാരിച്ചേ? മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ ടെസ ബേബി. പലരുടെയും ഗുരുവാണ്. അതെ അതെ. മീനൂട്ടിയുടെ ഒക്കെ ഗുരുവാ. അതെ അതെ അതെ. ആരാ? അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കട്ടെ എന്ന് ഉണ്ണിയങ്ങളെ. നമ്മളൊക്കെ ആക്ടിംഗ് ഒക്കെ പഠിപ്പിച്ചത് ടെസ. അനുഗ്രഹം. ഞാൻ പാവല്ലേ? അതുകൊണ്ടാ വന്നേ. അനുഗ്രഹം. ഭർത്താവ് അനുഗ്രഹിച്ചു. അതെ, ടെസക്കുട്ടി ഒരു ഫയർ ബ്രാൻഡ് പെർഫോമറാണ്. പാട്ട് മാത്രമല്ല, ഡാൻസ്, സംസാരം താങ്ക് യു. ഗംഭീരായിരുന്നു. താങ്ക് യു. ആ ഡാൻസേഴ്സ് കുട്ടികൾക്കൊക്കെ ഒരു സ്പെഷ്യൽ താങ്ക്സ്. ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. എപ്പോഴും നിങ്ങൾ ഡാൻസ് എന്നല്ലേ പറയുന്നത്? ഈ ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്ത ആരാന്നറിയോ? പറയൂ. ആരായിരിക്കും? ആരായിരിക്കും? എന്റെ പപ്പയായിരുന്നു കൊറിയോഗ്രാഫി. ആണോ? എന്റെ പപ്പയും എന്റെ ഫ്രണ്ട്സും. ഓ, വെറൈറ്റി. പപ്പയ്ക്കൊരു കയ്യടി. ഇവിടെ വന്നിട്ടില്ലേ? പപ്പ വന്നില്ല? പപ്പ ഒന്നില്ല, പപ്പയുടെ സ്വന്തം. തിരക്കായി പോയി. എന്തായാലും എന്നെ പോടാന്ന് വിളിക്കുന്നു പറഞ്ഞില്ലേ? അതുകൊണ്ട് ഒരു തീരുമാനമാക്കി. ഇന്ന് മധുരമഴയില്ല. അത് ചിലപ്പോ സീരിയസ് ആയിരിക്കും. ഇപ്പൊ എന്ത് ചെയ്യും ടെസ ബേബി? അതെന്തായാലും നടക്കും. കണ്ടോ കോൺഫിഡൻസ്? കോൺഫിഡൻസ് കണ്ടോ? എന്ത് നടക്കുന്നത്? പക്ഷെ എംജെ നമ്മള് ടെസക്കുട്ടിക്ക് കൊടുത്തില്ലെങ്കിലും നിങ്ങള് വഴക്കാണെങ്കിലും ഞാൻ പോടാൻ വിളിച്ചില്ലല്ലോ. അത് ശരിയാണല്ലോ. പോയില്ലേന്നാ ചോദിച്ചേ. അല്ല ഞാൻ പറഞ്ഞ നമ്മളെ വിശ്വസിച്ച് ഇത്രയും പേര് വന്നതല്ലേ ഇവിടെ ഡാൻസ് കളിക്കാൻ. അപ്പൊ അവർക്ക് കൊടുക്കണ്ടേ? അവർക്ക് കൊടുക്കണം. അപ്പൊ അവർക്ക് മാത്രമായിട്ട് കൊടുക്കാം. അപ്പൊ ടെസക്കുട്ടിക്ക് എടുക്കാൻ പറ്റത്തില്ലേ? ഇല്ല. ഞാൻ കട്ടെടുക്കും. ഞാൻ കട്ടെടുക്കും. മീനുട്ടി ഒരു തീരുമാനാക്ക്. എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ നിങ്ങളൊന്ന് കൂട്ടുകൂടുവായിരുന്ന നല്ലതായിരുന്നു. ഞാൻ പറയുന്നു, ഇത്ര നല്ലോണം പാട്ടുപാടിയ സ്ഥിതിക്ക് ടെസക്കുട്ടിക്ക് എന്തായാലും ഞാൻ ഒരു ചോക്ലേറ്റ് എടുക്കാം. ഒറ്റയൊന്ന്. അതിൽ ഒരൊറ്റ ചോക്ലേറ്റ് എടുക്കാൻ പാടുള്ളൂ. ബാക്കിയൊക്കെ ഡാൻസേഴ്സ്. കണ്ടീഷൻ ഓക്കെ? അതിലും നല്ലത് ഇപ്പൊ ഒരു ഉമ്മ കൊടുത്ത് സെറ്റിൽ ചെയ്യുന്നത്. ഓക്കെ, അതാ നല്ലത്. ചാച്ച ഉമ്മ പറഞ്ഞു. ബൈ. അത് പറ്റില്ല, ബൈയൊന്നും പറ്റില്ല. കൂട്ടുകൂടാ. ഇത് മധുരമഴ വീട് കഴിഞ്ഞിട്ട് ഞാൻ പോവല്ലേ. ഉമ്മ എന്ന് പറഞ്ഞ ഉമ്മ മാത്രമായിരിക്കും. ബൈ അതിന്റെ കൂടെ ബൈയും പറ്റൂല. കൂട്ടുകൂടാവോ? അതാണ്. ചക്കരുമ്മ. അപ്പൊ എന്റെ തീരുമാനത്തിൽ ഒരു വ്യത്യാസം ഉണ്ടെന്ന് പൊറോട്ട നല്ലത്. നമ്മളെ കുഞ്ഞുങ്ങൾക്കും ഒരു മധുരം മഴ. ഒരു 5 സ്റ്റാറിന്റെ കവറാണ് ഇതിലൂടെ. 2 3 4 5 6 7 8 9 10. I need your time out. അയ്യോ ഒത്തിരി എടുത്തു. ഓക്കെ, എല്ലാവരുടെ കയ്യിൽ. താങ്ക് യു എല്ലാവർക്കും. ഇനി വരണേ. ബൈ, സീ യു. ബൈ എവരിബഡി. ടാറ്റാ, ഗുഡ് നൈറ്റ്.